അത്ര സുഖകരമായിരുന്നില്ല പിന്നീടൊക്കെ മക്കയിലുള്ള അന്തരീക്ഷം. കേൾക്കുന്നതെല്ലാം വലിയ വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. എല്ലാവരും മുത്തുനബി തങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഹബീബായ തങ്ങളുടെ കൂടെ ചേർന്നവരെയെല്ലാം അവർ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരെ ഹബീബിന്റെ നേരെയും കൈപൊക്കി തുടങ്ങി. ഇതെല്ലാം കണ്ട് സൈനബ ബീവി വളരെയധികം സങ്കടത്തിലായി. അവിടുന്ന് അബുല്ലാസ് തങ്ങളോട് ചോദിക്കുകയുണ്ടാവാം, കേട്ടില്ലേ, എന്റെ ഉപ്പയുടെ കൂടെ ചേർന്നവരെയെല്ലാം അവർ വല്ലാതെ ഉപദ്രവിക്കുന്നു, എന്റെ ഉപ്പയെ വരെ അവർ ദ്രോഹിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നവരുടെ കൂടെയാണോ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്? അബുൽ ആസ് വളരെയധികം ദുഃഖത്തോടെ പറഞ്ഞിട്ടുണ്ടാവും. പണ്ട് മുതലേ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ഹബീബായ തങ്ങൾ നിരോധിക്കുകയും അവിടുന്ന് തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ അവർക്കത് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. അവരുടെ കൂട്ടത്തിൽ ഞാനില്ലല്ലോ, നിന്റെ ഉപ്പയെ ഞാൻ ഒന്നുകൊണ്ടും ഉപദ്രവിക്കുന്നില്ലല്ലോ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് അബുൽ ആസ് തങ്ങൾ സൈനബ ബീവിയോട് പറയുകയുണ്ടായി. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ ഉപ്പയുടെ കൂടെയല്ലേ താങ്കൾ നിൽക്കേണ്ടത്? നമ്മൾ ഒരു കുടുംബമല്ലേ? നമ്മൾ ഇരുവരും ഇരു ജാതിയിലായി ജീവിക്കുന്നതിനും നല്ലത് നമ്മൾ ഒരു ജാതിയിലായി ജീവിക്കുന്നതല്ലേ? അതല്ലേ നമ്മുടെ ഐക്യമെന്ന് സൈനബ ബീവി അബുൽ ആസ് തങ്ങളോട് പറയുകയുണ്ടായി. എൻ്റെ പ്രിയേ, നിനക്കിതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. അറബികൾ എന്നുള്ളത് അഭിമാനികളാണ്. ആ അഭിമാനം സംരക്ഷിക്കാനായി അവർ ഏതുവരെയും അവർ പോകും. അതുകൊണ്ട് എനിക്ക് നിന്റെ മതത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഞാൻ നിന്റെ മതത്തിലേക്ക് വന്നാൽ അവർ എന്നെ പരിഹസിക്കും. പൂർവ്വദേവന്മാരെ തള്ളിപ്പറഞ്ഞവനെന്നുള്ള ആക്ഷേപം എനിക്ക് അവർ ചാർത്തിത്തരും. എന്റെ കൂട്ടുകാർ എന്നെ വിട്ടുപിരിയും. എന്റെ സാമ്പത്തിക ഭദ്രത വരെ തളർന്നു പോകും. ഇതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവർ എന്നെ രഹസ്യമായും പരസ്യമായും ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. ഈ ആക്ഷേപങ്ങളെല്ലാം കേട്ടുകൊണ്ട് എനിക്ക് റോഡിലിറങ്ങി നടക്കാൻ പോലും പറ്റുകയില്ല. ഇതൊക്കെ വെറും സങ്കല്പമാണ് പ്രിയനെ. താങ്കൾ എൻ്റെ ഉപ്പയുടെ അടുത്തേക്കൊന്ന് നോക്കൂ, അവിടുത്തേക്ക് കൂടിച്ചേർന്നവരെ ഒന്ന് നോക്കൂ. എല്ലാ മഹാന്മാരും അവിടുത്തെ കൂടെയുണ്ട്. ഉസ്മാൻ തങ്ങൾ അവിടുത്തെ കൂടെയുണ്ട്, അബൂബക്കർ തങ്ങൾ അവിടുത്തെ കൂടെയുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുത്തെ കൂടെയുണ്ട്. ഇവരെല്ലാം നമ്മുടെ നാട്ടിലെ പ്രമാണികളല്ലേ? അതുകൊണ്ടും ഇവരെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ. അവരുടെ സാമ്പത്തിക ഭദ്രത വരെയും ഇതുവരെ തളർന്നിട്ടില്ല. നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ ഉപ്പയുടെ മതത്തിലേക്ക് വരുമെന്ന് പിന്നെയും പിന്നെയും സൈനബ ബീവി അബുൽ ആസ് തങ്ങളെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. എടി മണ്ടിപ്പെണ്ണെ, നീ ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലേ? നിന്റെ ഉപ്പയുടെ കൂടെ കൂടിയ എല്ലാവരാലും തള്ളിപ്പറയുകയാണ്. നാട്ടുകാരും അവരെ വകവെക്കുന്നില്ല. ഈ പറയപ്പെട്ട ഉസ്മാൻ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും ആരും വകവെക്കുന്നില്ല. എല്ലാവരെയും തള്ളിപ്പറയുകയാണ്. കയ്യിൽ കിട്ടിയാൽ കൂവി വിളിക്കാൻ വരെ കുട്ടിപ്പൈതലുകൾ കാത്തിരിക്കുകയാണ്. ഇതൊന്നും നീ അറിയാത്തത് കൊണ്ടാണ്. നീ ഒരു കാര്യം ചെയ്യൂ, നീ നിന്റെ മതത്തിൽ വിശ്വസിക്കൂ, നിന്റെ ഉപ്പ പറയുന്നത് പോലെ നീ കേട്ടോളൂ. പക്ഷേ എനിക്ക് ഇപ്പോൾ നിന്റെ മതത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല, ഞാൻ വരികയുമില്ല. എൻ്റെ പൂർവ്വ ദൈവത്തെ വിട്ട് എനിക്ക് വരാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ വന്നാൽ എന്നെ എൻ്റെ കൂട്ടുകാർ അവഹേളിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവളെ, നമുക്ക് ഒരുമിച്ച് കഴിയണം, മരണം വരെയും നമുക്ക് ഒരുമിച്ച് കഴിയണം. അപ്പോൾ സൈനബ ബീവി അബുൽ ആസ് തങ്ങളോട് പറയുകയുണ്ടായി, മരണം വരെയും ഒന്നിച്ചു കഴിഞ്ഞാൽ പോരാ, അതിനുശേഷവും ഒരു ജീവിതമുണ്ട് അങ്ങ് സ്വർഗത്തിൽ. ആ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ താങ്കളും എൻ്റെ കൂടെ കൂടണം. അതുകൊണ്ട് താങ്കൾ എൻ്റെ മതത്തിലേക്ക് സ്വീകരിക്കൂ, എൻ്റെ ഉപ്പയെ സ്നേഹിക്കൂ, എൻ്റെ ഉപ്പയുടെ മതത്തിലേക്ക് താങ്കൾ വരൂ എന്ന് അബുൽ ആസ് തങ്ങളോട് സൈനബ ബീവി പറയുന്നുണ്ടായിരുന്നു. നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിലടക്കം ചെയ്യും. ആ മണ്ണിൽ നമ്മൾ അലിഞ്ഞു ചേരും. നമ്മുടെ എല്ലുകൾ ആ മണ്ണിലേക്ക് അലിഞ്ഞു പോകും. നമ്മുടെ അസ്ഥികൾ, നമ്മുടെ പല്ലുകൾ, നമ്മുടെ കണ്ണുകൾ വരെ ആ മണ്ണിലേക്ക് അലിഞ്ഞു പോകും. പിന്നെ എന്ത് ജീവിതമാണ്? അതോടുകൂടി നമ്മളെല്ലാവരും തീരും എന്ന് അബുൽ ആസ് തങ്ങൾ ചിരിച്ചുകൊണ്ട് സൈനബ ബീവിയോട് പറഞ്ഞു. താങ്കൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കള്ളം പറയുകയില്ല. അള്ളാഹു വഹിയായി അറിയിച്ചു കൊടുത്തതാണ് ഇതൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ രക്തക്കട്ടയായും മാംസക്കട്ടയായും പിന്നീട് അതൊരു ശരീരമായും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതാ. ഇങ്ങനെയില്ലാതിരുന്ന നമ്മെ അങ്ങനെയാക്കി തീർത്ത അള്ളാഹുവിന് മരണശേഷം ആ മണ്ണിൽ അലിഞ്ഞു പോയ ശരീരത്തെ പിന്നെയും ജീവിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലെന്നോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് എൻ്റെ ഉപ്പ കള്ളനാവുകയല്ലേ ചെയ്യുന്നത്? എൻ്റെ ഉപ്പ കള്ളം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയെല്ലാം അബുൽ ആസ് തങ്ങളോട് ചോദിച്ച് അബുൽ ആസ് തങ്ങൾക്ക് വല്ലാത്ത ഇടങ്ങേറുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. ഇല്ല പ്രിയെ, അദ്ദേഹം മഹാനാണ്, സത്യസന്ധനാണ്. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ തർക്കിച്ച് സമയം കളയുന്നത്? നീ നിന്റെ മതത്തിലായി ജീവിക്കൂ, ഞാൻ എൻ്റെ മതത്തിലും ജീവിച്ചു കൊള്ളാം.
നമുക്ക് അങ്ങനെ കഴിഞ്ഞാൽ പോരെ എന്ന് അബുൽ ആസ് തങ്ങൾ സൈനബ ബീവിയോട് പറഞ്ഞു. അപ്പോൾ സൈനബ ബീവി അവിടുന്ന് പറഞ്ഞു, ഇല്ല, അതുപോരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മളെന്നും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും വയ്യ. നമുക്കും നമ്മുടെ മക്കൾക്കും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങളും നമ്മുടെ മക്കളും ഒരു മതത്തിലായി ജീവിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മതം സ്വീകരിക്കുന്നതുവരെ നിങ്ങളെ ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒറ്റക്കെട്ടാവുന്നതുവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും.